എല്ലാ ദിവസവും പിന്നിയിട്ട മുടിയില് ഒരു തുളസിക്കതിര് ചൂടി അമ്പലത്തിൽ നിന്നും അപ്പോ ഇറങ്ങി വന്നോളെ പോലെയായിരുന്നു നന്ദിനി ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നത്. അവളെ അതും പറഞ്ഞ് കളിയാക്കൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടു. ബെഞ്ചിൽ വന്നിരുന്ന ഉടൻ ഞാൻ കളിയാക്കി ചോദിച്ചു, ഇന്നെന്താ തിരുമേനി, തുളസി തന്നില്ലേ? നീണ്ട ഇടതൂർന്ന മുടി മുന്നിലേക്കിട്ട് അവൾ തിരികെ വെച്ചിരുന്ന തുളസി ഇടത്തെ കൈകൊണ്ട് തൊട്ടു കാണിച്ചു. എന്റെ കളിയാക്കലിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ വലതു കൈകൊണ്ട് അവൾ റെക്കോർഡ് വരയ്ക്കുകയായിരുന്നു. ഇന്നെന്താ, മാഷ് വരച്ചു തന്നില്ലേ? മാഷും ടീച്ചറും ഗുരുവായൂർക്ക് പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. അതെന്താ നീ പോയില്ലേ? എന്റെ തുടരെ തുടരെയുള്ള ശല്യപ്പെടുത്തലുകൾ സഹിക്കവയ്യാതെ എന്റെ കൈത്തണ്ടയിൽ അവൾ അമർത്തി നുള്ളി. കുട്ടിക്ക് എന്തൊക്കെ അറിയണം? കുട്ടി വരച്ചു കഴിഞ്ഞോ? വേദനിച്ച കൈ തടവി ഞാൻ ഇല്ലെന്ന് തലയാട്ടി. കുട്ടി ഇങ്ങനെ ഉഴപ്പി നടന്നു. അവൾ എന്നെ വകവയ്ക്കാതെ വരയ്ക്കുന്നത് തുടർന്നു. അത് കഴിഞ്ഞാൽ എനിക്കും വരച്ചു തരുമെന്ന് ഉറപ്പുള്ളതിനാലേ എന്റെ ഊഴവും കാത്ത് ഞാൻ അവളെ നോക്കിയിരുന്നു. നിറഞ്ഞ പീലികൾ ഉണ്ടവൾക്ക്. ഒരിക്കലും കണ്ണെഴുതാറില്ല, പക്ഷേ എന്നും പൊട്ടും ചന്ദനവും തൊടും. ആർത്തവ ദിവസങ്ങളിൽ മാത്രം അവളുടെ നെറ്റി ഒഴിഞ്ഞു കിടക്കും. അപ്പോഴും ചന്ദനത്തിന്റെ ഗന്ധം അവളിലുണ്ടായിരുന്നു. അന്നൊക്കെ അവളുടെ ഒഴിഞ്ഞ നെറ്റി നോക്കി ഞാനൊരു അസഭ്യച്ചിരി ചിരിക്കും. ഇടയ്ക്ക് അവൾ പറയും, മാഷും ടീച്ചറും അറിയാത്ത ഒരു കാര്യവും അവളുടെ ജീവിതത്തിലില്ലെന്ന്. തുറന്നു പറച്ചിലുകൾ അസാധ്യമായിരുന്നു. എൻ്റെ അച്ഛനെ ഓർത്തും അവളും മാഷും സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി കേട്ട് ഞാൻ അത്ഭുതം കൂറും. ഇടയിൽ ഞാൻ ചോദിക്കും, അപ്പോൾ പീരിയഡ്സിൻ്റെ കാര്യവും? അവൾ കുലുങ്ങനെ ചിരിക്കും. മാഷാണ് എനിക്ക് ആ സമയത്ത് പാഡ് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. ഡോക്ടറാവാൻ പഠിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ഞാൻ അവളുടെ മുന്നിൽ ചുരുങ്ങുമായിരുന്നു. അവൾ ആരോടും ദേഷ്യം വെച്ച് പുലർത്താനോ ആരെയും നോവിപ്പിക്കാനോ എനിക്കിഷ്ടപ്പെട്ടില്ല. അവള് ഗോസിപ്പുകൾ പറയുന്നതിൽ നിന്നും എന്നെ നിരന്തരം വിലക്കിയിരുന്നു. നാട്ടിൻപുറമെന്ന് അവളെ അപഹസിക്കുന്ന എന്നെ അത്തരം സന്ദർഭങ്ങൾ നന്നെ ചെറുതാക്കി. ഞാൻ കേമത്തിയും തൻ്റെടിയുമാണെന്ന് സ്വയം വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഇടയ്ക്ക് ഞാൻ, ഓ, നീ മാഷിനറിയാതെ ഒന്നും ചെയ്യില്ലല്ലോ എന്നട്ടഹസിക്കും. അതിന് കേവലം ഒരു പ്രസക്തി മാത്രം കൊടുത്ത് അവൾ തൻ്റെ കുഞ്ഞു ഡയറിയിൽ കവിതകൾ എഴുതുകയായിരുന്നു. അവളുടെ കവിതകളെല്ലാം എന്നെ കാണിച്ചിട്ടുണ്ട്. അവളുടെ കവിതകൾ ബാലാമണി അമ്മയും സുഗതകുമാരിയും ഓർമ്മിപ്പിച്ചു. എല്ലാം കൃഷ്ണനെക്കുറിച്ചും കൃഷ്ണൻ എന്ന കള്ളക്കാമുകനെക്കുറിച്ചും. വാത്സല്യമോ പ്രേമമോ പ്രാർത്ഥനയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ ആ വരികൾ വായിക്കുമായിരുന്നു. എനിക്ക് മാധവിക്കുട്ടിയാകാനായിരുന്നു ഇഷ്ടം. ഇട്ട ചേരകൾ ഓരോന്നോരോന്നായി അഴിച്ചെറിഞ്ഞ് ലോകത്തെ വെല്ലുവിളിക്കണമെന്ന് ഞാൻ സദാ ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ പേരിൽ തന്നെ എഴുതാൻ ഭയപ്പെട്ടു. അമ്മയോ അച്ഛനോ അവ കാണുമെന്നും എന്നെ പൊതിരെ തള്ളുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ചിലതെല്ലാം വായിച്ച് അത് പത്ര ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാൻ അവൾ എന്നോട് ആവശ്യപ്പെട്ടു. നിനക്ക് അങ്ങനെ പറയാം, നീ കൃഷ്ണനെക്കുറിച്ചല്ല എഴുതുന്നത് എന്ന് പറഞ്ഞ് ഞാനത് നിരസിക്കും. ഒന്നോർത്ത അവൾ എന്നോട് ഒന്നിനെക്കുറിച്ചും പരാതിപ്പെട്ടിട്ടില്ല, പരിഭവപ്പെട്ടിട്ടില്ല. ഒക്കെ എനിക്കായിരുന്നു. എൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അപകർഷതാബോധം നിരന്തരം ഞാൻ അവളിൽ അടിച്ചേൽപ്പിച്ചു. ഒരു കിറുക്കത്തിയുടെ മനോവിചാരം പോലെ അവളത് കേവലമായി എടുത്തപ്പോൾ അതെന്നെ കൂടുതൽ നോവിപ്പിച്ചു. അങ്ങനെ ഒരിക്കൽ അവളോട് പിണങ്ങി ഡെസ്കിൽ മുഖമവർത്തി തിരിഞ്ഞു കിടക്കുമ്പോൾ അവളുടെ സാന്നിധ്യം അകന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. പകരം ഒരുവൻ വന്നിരുന്നു, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്. അവൻ എന്നെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ദൂരെ നിന്ന് കണ്ട് അവൾ ആശ്വസിച്ചു. പിന്നീട് അതൊരു തുടർക്കഥയായപ്പോൾ അവൾ എന്നെപ്പറ്റി വ്യാകുലപ്പെടാൻ തുടങ്ങി. എന്നിലെ മാറ്റങ്ങൾ അവൾ ശ്രദ്ധിച്ചു. മൗനം കൊണ്ട് എതിർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാനതൊക്കെയും കണ്ടില്ലെന്ന് നടിച്ചു. ആളുകളൊഴിഞ്ഞ ഒരു സമര ദിവസം അവൾ എന്നോട് ചോദിച്ചു, നിനക്ക് കൃഷ്ണകുമാറിനെ ഇഷ്ടമാണല്ലേ? എനിക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യം അവളാണ് ചോദിച്ചതെന്നുള്ള കാരണം കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു, അതെ, ഇഷ്ടമാണ്. പിന്നീട് എന്തെങ്കിലും ചോദിക്കുമെന്ന ധാരണ തെറ്റിച്ചുകൊണ്ട് അവളൊന്ന് മൂളി. പക്ഷെ എൻ്റെ കാര്യത്തിൽ അവൾ സദാ ജാഗരൂകയായിരുന്നു. കൃഷ്ണകുമാർ അടുത്തു വരുമ്പോഴൊക്കെ അവൾ അവനെ ഈച്ചയെ ആട്ടും പോലെ അകറ്റി നിർത്തി. അവനെ എനിക്കിഷ്ടമല്ല, അവൾ പറഞ്ഞു. അതെന്താ? അവൻ എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെയാണ്. അതെന്നെ കൂടുതൽ ചൊടിപ്പിച്ചു. എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരുവളാണ് ഞാനെന്ന് ആത്മനിന്ദ കൊണ്ടോ എല്ലാ പെൺകുട്ടികളിലും അവൾ ഉൾപ്പെടുമോ എന്ന ഭീതി കൊണ്ടോ എന്തോ
പിന്നീട് എനിക്കൊരു വാശിയായിരുന്നു. അതുവരെ പറയാതിരുന്ന എൻ്റെ ഇഷ്ടം ഞാൻ അവനോട് തുറന്നു പറഞ്ഞു. കോളേജിൽ ഞങ്ങൾ കാമുകി കാമുകന്മാരായി വിരാജിച്ചു. അവൻ പൂർണ്ണമായും എന്റേതാണെന്ന് അവളുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ വാശിയോടെ ശ്രമിച്ചു. പിന്നീട് ഞാൻ അവളിൽ നിന്നും മെല്ലെ മെല്ലെ അകന്നു. അതെവിടെയോ എന്നിലെ അപകർഷതാബോധത്തെ മറച്ചു. എൻ്റെ ഉള്ളിൽ തീവ്രമായതെന്തും ഞാൻ രഹസ്യമായിട്ട് ആസ്വദിച്ചു. വെറുപ്പ്, ദേഷ്യം, അസൂയ, പക എല്ലാം എന്നിലെ മാറിമറിഞ്ഞ വികാരങ്ങളായിരുന്നു. ആരും പ്രണയിക്കാൻ ഭയക്കുന്ന വിധം ഞാൻ അവനെ പ്രണയിച്ചു. എൻ്റെ കാടൻ പ്രണയത്തിന് അവനും അടിമയായി. കോഴ്സിന് അവസാനം മാഷും ടീച്ചറും കല്യാണാലോചനകൾ തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു. പേടിയില്ലാതെ പ്രണയിക്കാൻ ഒരുമ്പെട്ടവൾ എന്ന അഹന്തയോടെ ഞാനത് കേട്ടിരുന്നു. പക്ഷെ അവളിലെ നിസ്സംഗത എന്നെ തെല്ല് അമ്പരപ്പിച്ചു. ഇഷ്ടമുണ്ടെങ്കിലേ കെട്ടാവോ എന്ന് മുതിർന്ന ഒരു സ്ത്രീയെ പോലെ അവൾ എന്നോട് ചട്ടം കെട്ടി. കോളേജിലെ അവസാനത്തെ ദിവസം അവളുടെ കണ്ണില് ഒരു ശോകം അടിഞ്ഞുകൂടുന്നതായി ഞാൻ കണ്ടു. നമുക്ക് വീണ്ടും കാണാലോ, അവളുടെ തോളത്ത് കൈവച്ച് ഞാൻ പറഞ്ഞു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ എല്ലാവരും നിൽക്കുമ്പോൾ അവൾ കൂടുതൽ കൂടുതൽ ഏകാകിനിയായിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാമുകന്റെ കൈപിടിച്ച് കോളേജിലെ അവസാന നിമിഷങ്ങൾ നുകരുമ്പോൾ ഞാൻ അവളെ മറന്നു. കാലങ്ങൾക്ക് ശേഷം എൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും കല്യാണത്തിന് മാസങ്ങൾക്ക് മുൻപ് അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അവളുടെ ഭർത്താവ് കഥകളി ആചാര്യനായിരുന്നു. അവള് അവളുടെ നാട്ടിൽ തന്നെ ആയുർവേദ ഡോക്ടറായി പ്രാക്ടീസ് തുടങ്ങിയിരുന്നു. കല്യാണ ദിവസം ഒരു മിന്നായം പോലെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അവൾ 2 കുട്ടികളുടെ അമ്മയാകുമ്പോഴും നഷ്ടപ്പെട്ടു പോയ കഥകളെ തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. കഥകൾ എൻ്റെ കയ്യിൽ നിന്നും കുതറിമാറുന്നത് നിസ്സഹായതയോടെ ഞാൻ നോക്കി നിന്നു. ലോകത്തിന്റെ ഇങ്ങേക്കോണിൽ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ മഹത്തായ എന്തെങ്കിലും എഴുതണമെന്ന കഠിനമായ ആഗ്രഹം സദാ എൻ്റെ ഉറക്കം കെടുത്തി. അപ്പോഴും അവൾ എൻ്റെ കുട്ടിക്കവിതകൾ മക്കൾക്ക് ചൊല്ലിക്കേൾപ്പിക്കുകയായിരുന്നു. അവരെ രസിപ്പിച്ചും കളിപ്പിച്ചും പഠിപ്പിച്ചും വളർത്തുന്ന ഘട്ടങ്ങൾ ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടു. അവളുടെ മുഖത്തെ തേജസ്സിന് അല്പം പോലും കോട്ടം തട്ടിയിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. അവളുടെ ലളിതമായ ജീവിതത്തെ ഓർത്ത് ഞാൻ അസൂയപ്പെട്ടു. അത് സുഖകരമായതായിരുന്നു. എങ്കിലും മാഷിനെ പറ്റിയോ കുട്ടികളെപ്പറ്റിയോ ജോലിയെപ്പറ്റിയോ തിരക്കാൻ ഞാൻ മെനക്കെട്ടില്ല. കാലത്തിൻ്റെ ഒഴുക്കിൽ ഞാനങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ അവളെ ഓർത്തു. അവൾ പാടിയിരുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ, ചില കവിതകൾ വായിക്കുമ്പോൾ, തുളസിച്ചെടി കാണുമ്പോൾ, ചന്ദനഗന്ധ അറിയുമ്പോൾ. പിന്നീട് അത് കുറഞ്ഞു വന്നു. അവളുടെ വീഡിയോകളും കുറഞ്ഞു വന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ അവളെ കണ്ടു. ഒരു യാത്രയിലായിരുന്നു. എൻ്റെ മൊബൈലിൽ ആരോ അയച്ചു തന്ന ന്യൂസ് ചാനലിലെ വീഡിയോയിൽ ആയുർവേദ ഡോക്ടർ കുളിമുറിയിൽ മരിച്ച നിലയിൽ എന്ന തലക്കെട്ടോടെ. അത് അവൾ തന്നെയായിരുന്നു. അവൾ സ്വയം ജീവനൊടുക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് റിപ്പോർട്ടർ വിശദീകരിക്കുകയുണ്ടായിരുന്നു. തൻ്റെ തൊണ്ടയിൽ ഒരു ശ്വാസം പുറത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആളുകൾക്കിടയിലേക്ക് കമന്നടിച്ച് ഞാൻ വീണു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ആരോ തന്ന വെള്ളം കുടിച്ചു. എനിക്ക് അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി. മാഷിനെയും ടീച്ചറെയും കാണണമെന്ന് തോന്നി. പക്ഷെ ധൈര്യം വന്നില്ല. ആ കുഞ്ഞുങ്ങളെ കാണാൻ, അവളുടെ ചലനമറ്റ ദേഹം കാണാൻ എനിക്ക് ധൈര്യം വന്നില്ല. അവളുടെ ശരീരത്തിൽ നിന്നും ചന്ദനത്തിൻ്റെതല്ലാത്ത മണം അറിയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഇനിയുള്ള വർഷങ്ങൾ ഞാൻ സ്വയം ക്രൂശിക്കുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. അവൾക്ക് എന്താണ് പറ്റിയത്? എന്തുകൊണ്ടാണ് ഞാൻ അവളെ ഒരിക്കലും വിളിക്കാതിരുന്നത്? വിഷാദം അവളെ പിടികൂടിയെന്ന് എൻ്റെ മാഷും ടീച്ചറും അറിഞ്ഞില്ല. എല്ലാം അറിയുന്ന, എല്ലാം സംസാരിക്കുന്ന മാഷും ടീച്ചറും ബാലിശമായ എന്തൊക്കെയോ കൊണ്ട് അവളിൽ നിന്നും അകന്നുപോയ എന്നെ ഞാൻ വെറുത്തു. ഒരിക്കലെങ്കിലും അവളെ വിളിച്ച് സുഖമാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പഴയ പരിഭവങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞ് അതിൻ്റെ തമാശ ഓർത്ത് പൊട്ടിച്ചിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി മാത്രം അവൾ നീക്കിവെച്ച കളിവാക്കുകൾ വീണ്ടും എടുത്തിട്ടിരുന്നെങ്കിൽ, അവളെ കേൾക്കാനായി ഒരു ചെവിയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, ഇന്നിവിടെ വർഷങ്ങൾക്കിപ്പുറം അവളുടെ ഓർമ്മയ്ക്ക് ഞാൻ നട്ട തുളസിച്ചെടികരിയിൽ ഇടിക്കുമ്പോഴും, അവൾ എനിക്കായി പാടിത്തന്ന പാട്ട് ഒടുക്കം കേൾക്കാൻ ധൈര്യപ്പെടുമ്പോഴും ഞാൻ തിരിച്ചറിയുന്നു, ഒരുവൾക്കൊരുവൾ തോഴിയായി തന്നെ വേണം. വീണ്ടും പുതിയൊരു കഥയുമായിട്ട് നമുക്ക് ചേരാം.